അപ്പൊ നമുക്ക് ഹലോ ഇവിടെയാണ്. അയ്യോ സോറി കണ്ടില്ല. നമസ്കാരം. നമസ്കാരം. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. ഓ സോറി ഞാൻ അറിഞ്ഞില്ല, സോറി. എന്റെ സിനിമകൾ അധികവും OTT നെക്ലസിലാണ് റിലീസ് ചെയ്യാറ്. OTT നെക്ലസ്. നെക്ലസോ? ഡയമണ്ട് നെക്ലസ്. ഡയമണ്ട് നെക്ലസ് അല്ലേ മൂവി? ഡയമണ്ട് നെക്ലസ് അതല്ല, OTT പ്ലാറ്റ്ഫോമില്ലേ നെക്ലസിൽ റിലീസ് വരും. സെറ്റ്ഫ്ലിക്സ് എന്തെങ്കിലും ആ സംഭവത്തിലാണ് എന്റെ പടങ്ങൾ മൊത്തം റിലീസ് ചെയ്യുന്നത്. സാറിന്റെ പേര്? OTT ഓമനക്കുട്ടൻ. OTT എന്നുള്ളത് ഇൻഷ്യലായിരുന്നു. ഇൻഷ്യലാണ്. OTT ഞാൻ അധികം പടം ചെയ്ത് എനിക്ക് അങ്ങനെ ജനങ്ങൾ പ്രേക്ഷകരിട്ട പേരാണ് OTT ഓമനക്കുട്ടൻ. മൈസെൽഫ് എലീന പടിക്കൽ. ആയിക്കോട്ടെ. Okay. ഞാൻ രചന ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രചനെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. രചനെ എന്റെ പടത്തിലേക്ക് എനിക്കൊന്ന് കാസ്റ്റ് ചെയ്യണം. പിന്നെ പക്രുവിനെ എനിക്ക് കാസ്റ്റ് ചെയ്യണം. പക്രു ചേട്ടന് അല്ല, പിന്നെ രചന ചേച്ചി ഉണ്ട്, പക്രു ചേട്ടൻ ഉണ്ട്, ഇക്കില്ലേ? അല്ല അത് വേണ്ട. അല്ല പുള്ളി ഡയറക്ടർ അല്ലേ? അതെ. ഒരു ലൊക്കേഷനിൽ 2 ഡയറക്ടറേറ്റ്സ് പാടില്ല. എനിക്ക് ഈഗോ വർക്ക് ചെയ്യും. എനിക്ക് സുഖാവൂല. ഞാൻ ആക്ഷൻ പറയുമ്പോൾ ഞാൻ തന്നെ കട്ട് പറയണം. അതാണ് എന്റെ ആഗ്രഹം. നാഷിക്കൊക്കെ ഒരു പണി ചെയ്യാം, നമുക്ക് സോങ് കൊടുക്കാം. അത് ഒരു കാര്യം നിങ്ങൾ നേരെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെ. അപ്പൊ ഞാനേ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 50 കോറ് വേണ്ടി വരും. കോടി? 50 കോടി. യു മീൻ 50 കോടി മുടക്കി ചെയ്യുന്ന പടം? അപ്പൊ ഇതിനു മുമ്പ് ചേട്ടൻ ചെയ്തിട്ടുള്ളത് ഏതാണ്? ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നമ്മുടെ സമൂഹത്തില് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തിനെതിരെ, ഇപ്പോ നമ്മുടെ സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ആരെങ്കിലും കയറി പിടിക്കും. ഒരു ബസ്സിൽ കയറി പറ്റില്ല, അപ്പൊ ആരെങ്കിലും കയറി പിടിക്കും. അപ്പോ അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു പടമാണ് ഞാൻ ഡയറക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു പ്ലോട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പടത്തിന്റെ പൂജയിടന്ന് അതിനകത്ത് നായികയെ അതിന്റെ ഡയറക്ടർ കയറി പിടിച്ചു. അതിനാ പടം മുടങ്ങി പോയി. ചേട്ടനല്ലേ അതിന്റെ ഡയറക്ടർ? അതെ. എന്നതായി പറയുന്നത്? ചേട്ടൻ തന്നെയാണോ? ചില നേരത്തെ എന്റെ കിട്ടൂലെന്നേ, കൈവിട്ടു പോവും. അതൊക്കെയാണ് എന്റെ കുഴപ്പം.